വെക്കേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് അങ്കിതും ദേവനും മുടി വെട്ടാൻ ധൃതി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇന്ന് അവരെ കൊണ്ട് മുടി വെട്ടിക്കാനായിട്ട് ഞങ്ങൾ റോക്ക് പേപ്പറിൽ ചെന്നു. ആദ്യം തന്നെ അങ്കിത് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അങ്കിത് ചെന്ന് ദേവനെ ഇപ്പോൾ പിടിച്ചിറക്കും വേണ്ടേ. ഇവർ തങ്ങളിൽ എപ്പോൾ തമ്മി കണ്ടാലും വഴക്കാണ്. പക്ഷെ മുടി വെട്ടാൻ പോകുമ്പോൾ മാത്രം ഇവർ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ദേ പോകുന്നുണ്ട്. ദേവൻ ആടിപ്പാടി പോകുന്നത് അവിടെ ദേവന് വേണ്ടിയിട്ടൊരു പ്രത്യേകം സ്ഥലമുണ്ട്. അതായത് ഇവിടെ മുടി വെട്ടുന്ന കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഗെയിം കളിക്കാനായിട്ട് കുറച്ചൊരു ഏരിയ പോർഷൻ പോലെ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടത്തേക്കാണ് ദേവൻ്റെ യാത്ര. അവനിപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ വണ്ടിയിൽ കയറി പിടിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അവൻ അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ജീപ്പ്. അവൻ എപ്പോൾ മുടി വെട്ടാൻ ചെന്നാലും അവൻ ഈ ജീപ്പിലായിരിക്കും ഇരിക്കുന്നത്. അവിടെ വേറെ സ്കൂട്ടറും കുതിരയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ ഈ ജീപ്പ് അവനൊരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ ദേവൻ കയറി ജീപ്പിനകത്ത് ഇരുന്നിട്ടുണ്ട്. ദേവൻ ജീപ്പിൽ കയറി ഇരുന്നതേണ്ട അതിൻ്റെ ഡോറൊക്കെ പിടിച്ച് തുറന്ന് കളിക്കാനും ഇനി ഇപ്പം അതിട്ട് കുലുക്കാനും ഒക്കെ തുടങ്ങും. അതുകൊണ്ട് ദേവന് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് മുടി വെട്ടാൻ ചെല്ലുമ്പോൾ ഈ തുണി ഇടുന്നത്. കാരണം അവൻ ഒരിക്കൽ പോലും അവൻ്റെ കൈ അടക്കി ഒതുക്കി ഇരിക്കാൻ പറ്റത്തില്ല. അവൻ അതിലിട്ട് തിരിക്കുകയും പിടിക്കുകയും ഒക്കെ വേണം. ഈ തുണി ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. ആദ്യം തന്നെ അവൻ ഈ തുണി ഇടുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് അവൻ്റെ കൈ പുറത്തെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ കൂടെ പോയിട്ടില്ല, അച്ഛനാണ് കൊണ്ടുപോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈ അങ്ങനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാലും അവൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ദേവൻ്റെ മുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവൻ മുടി വെട്ടുമ്പോൾ തല അനക്കാതിരിക്കത്തില്ല, ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കും. അതാണ്ട് അങ്കിത്തിൻ്റെ മുടി വെട്ടുന്നുണ്ട്. മുടി വെട്ടുന്ന പുള്ളിയുടെ മുഖം കണ്ടിട്ട് ഇവൻ്റെ തലയിൽ ഞാനൊരു താജ്മഹൽ പണിയും എന്നുള്ളൊരു മൂഡിലാണ് പുള്ളി നിൽക്കുന്നത്. ദേവൻ്റെ മുടി ഇതുവരെയായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ദേവൻ്റെ കുറച്ച് ചുരുണ്ട മുടിയാണ്, അങ്കിത്തിൻ്റെതാണ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി. ദേവൻ അങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയാണ്. ദേവൻ ഇക്കിളി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ദേവൻ്റെ കൈയൊക്കെ പുറത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ദേവൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ അങ്കിത്ത് മുടി വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അങ്കിത്തിൻ്റെ ഫൈനൽ ലുക്ക്. ദേവൻ ഏതാണ്ട് ഹെയർ ഡ്രൈ ചെയ്യുകയാണ്. ദേവൻ്റെ മുടി ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹെയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവൻ്റെ തലയിലൊരു വരയൊക്കെ ഇട്ടിട്ടുണ്ട്. ദേവന് മുടി വെട്ടുന്ന സമയത്ത് ഹെയറിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നതും ഹെയർ ഡ്രൈ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ അത് ആസ്വദിച്ചിരിക്കും. ഇപ്പോൾ അവൻ്റെ ഒരു ചിരിയും കളിയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് അവനിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞോ, ഇനി ഇവിടുന്ന് ഇപ്പം തന്നെ അച്ഛൻ കൊണ്ടുപോകുമോ എന്നൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ദേവൻ്റെ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ദേവൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ദേവൻ്റെ ഫൈനൽ ലുക്കാണ് അങ്കിത്തിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ഹെയറൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇതേ പ്ലേ സ്റ്റേഷനിലോട്ട് ഇറങ്ങുവാണ്. ആദ്യം തന്നെ ദേവൻ ചാടി ഇറങ്ങിയിട്ടുണ്ട്. പുറകെ അങ്കിത്തും ഉണ്ട്. രണ്ടുപേരും ഇന്ന് അവിടെ ഒരു കുട്ടിച്ചോറാക്കി വെച്ചിട്ട് തിരിച്ചു വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിലൊക്കെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇനി അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. രണ്ടുപേരും കളിക്കാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ച് റോക്ക് പേപ്പറിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരുന്ന കാര്യം കുറച്ച് പാടാണ്. എപ്പോഴും ഞങ്ങൾ ആ ഒരു ഇതിൽ ഒന്ന് സ്റ്റക്കായി നിൽക്കാറുണ്ട്, രണ്ടുപേരെ അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരുന്ന കാര്യത്തിന്. ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ രണ്ടുപേരെ വിളിക്കുന്നുണ്ട്.